എല്ലാവർക്കും ഐസി ഫോഴ്സിന്റെ പൈത്തൺ സീരീസ് പാർട്ട് 5 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പൈത്തൺ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. പൈത്തണിലെ പ്രധാനപ്പെട്ട ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി ആൻഡ് സെറ്റ്. ആദ്യം ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു സിംഗിൾ വേരിയബിളിൽ ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ്. ലിസ്റ്റിൽ വാല്യൂസ് എല്ലാം ഓർഡേർഡ് ആണ്. എങ്ങനെയാണോ ലിസ്റ്റിൽ എലമെൻറ്റ്സ് കൊടുക്കുന്നത് അതുപോലെ എലമെൻറ്റ് സ്റ്റോർ ആകും. കൂടാതെ ലിസ്റ്റ് ഇൻഡെക്സ്ഡ് ആണ്. അതായത് സ്പെസിഫിക് പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ലിസ്റ്റിലെ ഓരോ വാല്യൂ. ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ നമുക്ക് പിന്നെ മാറ്റം വരുത്തുവാൻ കഴിയും. അതായത് പുതിയ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ പറ്റും. ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് എന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് 0 ഇൻഡെക്സ്ഡ് ആണ്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഇൻഡെക്സ് 0 മുതൽ സ്റ്റാർട്ട് ആകും. അപ്പോൾ ഇതിൽ 0th എലമെൻറ്റ് പ്രിൻ്റ് ആകുമ്പോൾ ആപ്പിൾ വരും. ലിസ്റ്റുകളിൽ പ്രവർത്തനങ്ങൾ നടത്താൻ പൈത്തൺ നിരവധി ബിൽറ്റ് ഇൻ മെത്തേഡ്സ് നൽകുന്നു. ഈ രീതികൾ ഒരു ലിസ്റ്റിനുള്ളിലെ ഡാറ്റ മോഡിഫൈ ചെയ്യാനും നിയന്ത്രിക്കുന്നതിനും എളുപ്പമാക്കുന്നു. നമുക്ക് കോമൺ ലിസ്റ്റ് മെത്തേഡ്സ് നോക്കാം. അപ്പെൻഡ് ഇത് ലിസ്റ്റിൻ്റെ അവസാനത്തിൽ എലമെൻറ്റ് ആഡ് ആക്കുന്നു. ക്ലിയർ ലിസ്റ്റിൽ നിന്നും എലമെൻറ്റ്സ് നീക്കം ചെയ്യുന്നു. കോപ്പി ലിസ്റ്റിൻ്റെ കോപ്പി തിരികെ നൽകുന്നു. കൗണ്ട് ലിസ്റ്റിൽ ഒരു വാല്യൂ എത്ര തവണ വരുന്നു എന്നത് കാണിക്കുന്നു. ഇൻസേർട്ട് ഒരു നിശ്ചിത ഇൻഡെക്സിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. പോപ്പ് ഒരു നിശ്ചിത ഇൻഡെക്സിൽ നിന്നും എലമെൻറ്റ് നീക്കം ചെയ്യുന്നു. റിവേഴ്സ് ലിസ്റ്റിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഇതിൽ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിൽ ഓറഞ്ച് അപ്പെൻഡ് ചെയ്യുകയും ബനാന റിമൂവ് ചെയ്യുകയും ചെയ്തു. അടുത്ത ഡേറ്റ സ്ട്രക്ചറാണ് ടപ്പിൾസ്. ഒരു ടപ്പിൾ ഒരു ലിസ്റ്റുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ടപ്പിൾസ് മാറ്റമില്ലാത്തവയാണ്. ഇതിനർത്ഥം ഒരു ടപ്പിൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യങ്ങൾ മാറ്റാൻ കഴിയില്ല. ടപ്പിൾ ഐറ്റംസ് ഓർഡേർഡും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ നൽകാവുന്നതുമാണ്. ടപ്പിൾസ് റൗണ്ട് ബ്രാക്കറ്റ്സിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ലിസ്റ്റുകൾ പോലെ ഒരു ഇൻഡെക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ടപ്പിളിലെ ഘടകങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ടപ്പിൾ സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മൂല്യങ്ങൾ മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ടപ്പിൾസ് ഉപയോഗിക്കുന്നത്? ഡാറ്റ മാറ്റം വരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ടപ്പിൾസ് വളരെ ഉപകാരമാണ്. അവ മാറ്റമില്ലാത്തതിനാൽ ടപ്പിൾസ് എക്സ്ട്രാ സെക്യൂരിറ്റി നൽകുന്നു, പ്രത്യേകിച്ചും നിങ്ങൾ സ്ഥിരമായി തുടരേണ്ട ഡേറ്റയുമായി പ്രവർത്തിക്കുമ്പോൾ. പൈത്തണിലെ മൂന്നാമത്തെ ബിൽഡ് ഇൻ ഡേറ്റ സ്ട്രക്ചറാണ് ഡിക്ഷണറി. ഡിക്ഷണറീസ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ലിസ്റ്റും ടപ്പിൾസും പോലെ ഇൻഡെക്സ് ഉപയോഗിക്കുന്നില്ല. പകരം ഡിക്ഷണറി ഓരോ എലമെൻറ്റ്സ് യുണീക്ക് കീ ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെയിം കീ ഉപയോഗിച്ച് ജോൺ എന്ന വാല്യൂ ആക്സസ് ചെയ്യുന്നു. ഡിക്ഷണറിയിൽ കേളി ബ്രാക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡിക്ഷണറി ഐറ്റംസ് ഓർഡേർഡും മാറ്റാവുന്നതുമാണ്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അനുവദിക്കുന്നതല്ല. കാരണം സെയിം കീ ഉപയോഗിച്ച് 2 വാല്യൂസ് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. ഈ ഡിക്ഷണറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഓവർറൈറ്റ് ചെയ്യും. ഡിക്ഷണറീസിൽ നമുക്ക് ഈസിയായി വാല്യൂസ് ചേർക്കാനും നിലവിലെ വാല്യൂസ് നീക്കം ചെയ്യാനും സാധിക്കും. ഇവിടെ നമ്മൾ ഗ്രേഡ് കീയിൽ എ എന്ന വാല്യൂ ആഡ് ചെയ്ത് അതുപോലെ എച്ച് കീ റിമൂവ് ചെയ്തു. ഡിക്ഷണറിയിൽ വാല്യൂസ് ഏത് ഡേറ്റ ടൈപ്പും ആകാം. സ്ട്രിംഗ്, ബൂളിയൻ, ലിസ്റ്റ് എക്സെട്ര. ഡിക്ഷണറിയിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് അറിയുവാൻ ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈ എക്സാമ്പിളിൽ ഔട്ട്പുട്ടായി 4 നമുക്ക് ലഭിച്ചത്. ഫൈനലി നമുക്ക് സെറ്റ് നോക്കാം. സെറ്റുകൾ അൺഓർഡേർഡും മാറ്റം വരുത്താൻ കഴിയാത്തതുമാണ്. മാത്രമല്ല ഇത് അൺഇൻഡെക്സ്ഡുമാണ്. കാരണം സെറ്റുകൾ ഓരോ ടൈം ഉപയോഗിക്കുമ്പോഴും പല ഓർഡറിൽ കാണാം. അതുകൊണ്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ കീ ഉപയോഗിച്ച് റെഫർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ അനുവദിക്കില്ല. സെറ്റുകൾ ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് പോലുള്ളവ നടത്താൻ സാധിക്കുന്നതാണ്.
ഈ എക്സാമ്പിളിൽ യൂണിയൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് 2 സെറ്റുകൾ കമ്പൈൻ ചെയ്യുകയും ഔട്ട്പുട്ടിൽ 2 സെറ്റിൽ നിന്നും യുണീക്ക് എലമെൻറ്റ്സ് തിരികെ നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് പൈത്തണിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആയ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ് എന്നിവ പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് ലിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം. താങ്ക് യു.